ബി ജെ പി ബംഗാളിൽ പ്രവേശിക്കുന്ന സമയത്ത്, അതായത് ബി ജെ പി ഒറ്റ സീറ്റ് പോലും ഇല്ലാതിരുന്ന സമയത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഘോഷ് കമ്മ്യൂണിറ്റി. അതായത് ബി ജെ പിയുടെ ആദ്യത്തെ അഭിസംബോധകർ, ബി ജെ പിക്ക് ആദ്യ പിന്തുണ ആ ഘോഷ് കമ്മ്യൂണിറ്റിക്കാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ പണിയിട്ടിട്ടുള്ളത്. അതിൽ ഒരാളുടെ ഒരു ബൈറ്റ് ഞാൻ കേൾക്കുകയാണ്. അയാൾ സങ്കടത്തോടെ പറയുകയാണ്, 500 രൂപയെങ്കിലും വേണം ഒരു ദിവസം ഒരു കന്നാലി വളർത്താൻ. അതായത് ഒരു മാസം വളർത്തണമെങ്കിൽ എനിക്ക് 15,000 രൂപ വേണം. ഒരു വർഷമാകുമ്പോൾ എത്ര രൂപയോ? എനിക്കിത് വിറ്റ് കഴിഞ്ഞാൽ 40,000 50,000 രൂപ കിട്ടുമായിരുന്നു. ഇപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ 15,000 രൂപ തരാൻ വേണ്ടി തന്നേക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇത് ഒരു മാസം കൂടി തുടർന്നു കഴിഞ്ഞാൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ അവർക്ക് വോട്ട് ചെയ്ത കമ്മ്യൂണിറ്റിയാണ് ഇത് അനുഭവിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് പഠിക്കുമോ? ഇതുകൊണ്ട് ആളുകൾ ഇത് ബി ജെ പിയുടെ ഈ വിഭജന രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ യു പിയിലൊക്കെ എന്ന ആൾ തിരിച്ചറിഞ്ഞാൽ, ഞാൻ പറഞ്ഞു യു പി മാറില്ല എന്നൊന്നുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി വഴി കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, ബംഗാളിൽ ഉണ്ടായിട്ടുള്ളൊരു പവർ ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ, തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് ബി ജെ പി എന്ന് പറയുന്നത്, അതിന് പലതരത്തിലുള്ള അനലൈസിസ് നടക്കുന്നുണ്ട്. അതായത് അവിടെ ഇത് മാറിക്കഴിഞ്ഞു. മുമ്പ് സി പി എമ്മിനെ അട്ടിമറിച്ച് ടി എം സി വന്നതുപോലെയാണ് ഇത്തവണ ബി ജെ പി വന്നത്. ഇനി ടി എം സി ഇല്ല, ഖത്തം എന്ന രീതിയിലേക്കുള്ള വിശകലനം നടക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു പവർ ഷിഫ്റ്റിംഗ് അല്ല അവിടെ നടന്നിട്ടുള്ളത്. മുൻപ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് വോട്ട് ചോരിയാണെന്നുള്ളതിൻ്റെ സൂചനകളൊന്നും വരുന്നുണ്ട്. ഇപ്പോൾ പരകാല പ്രഭാകർ പറയുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിലെ വോട്ടിങ്ങിൽ രാവിലെ 7 മണി മുതൽ 9 മണി വരെ ആളുകൾ വോട്ട് ചെയ്തത് ഒരു വോട്ടിന് അവർക്ക് ലഭിച്ചത് 42 സെക്കൻഡാണെന്നാണ്. ഒരു വോട്ട് പോൾ ചെയ്യാൻ 42 സെക്കൻഡ്. സാധാരണ നമുക്കറിയാം, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നതല്ലേ, 42 സെക്കൻഡിൽ ഒരാൾക്ക് അവിടെ വോട്ട് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ട കണക്ക്, ഓരോ സമയത്ത് പുറത്തുവിട്ട പോൾ പെർസെൻറ്റേജ്, അത് വെച്ചിട്ട് അപ്പോൾ 9 മണിക്കുള്ളിൽ ഇത്ര വോട്ട് പോൾ ചെയ്തു ഒരു ബൂത്തിൽ, അങ്ങനെയാണെങ്കിൽ ഒരു വോട്ടർക്ക് എത്ര സമയം കിട്ടി എന്നുള്ളതാണ് അദ്ദേഹം നോക്കുന്നത്. വളരെ സിമ്പിളാണ്, സിമ്പിൾ മാത്തമെറ്റിക്സ് ആണ്. അത് ചില സമയങ്ങളിൽ വലിയ തോതിൽ 90% മുകളിലൊക്കെയാണല്ലോ ഇത് വന്നത്. പോൾ പെർസെൻറ്റേജ് ആവറേജ് ഒരാൾക്ക് 42 സെക്കൻഡാണ് കിട്ടുന്നത്. അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതേ പ്രശ്നം ആന്ധ്രയിലുണ്ടായിരുന്നു. ആന്ധ്രയിൽ 8 മണിക്ക് ശേഷം പോൾ ചെയ്തത് അവർക്ക് 30 സെക്കൻഡ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയാം. 30 സെക്കൻഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അതുപോലെ അഭിഷേക് ബാനർജി, മമതാ ബാനർജിയുടെ അനന്തരവൻ പറഞ്ഞ ഒരു ബൈറ്റ് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറയും, ഞങ്ങളുടെ കൗണ്ടിങ് ഏജൻസിനെയൊക്കെ തല്ലി ഒടിച്ചിട്ടാണ് അവിടെ വോട്ടെണ്ണിയതെന്നാണ്. ഒരാളെ പോലും കൗണ്ടിങ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ അല്ലാതെ അവിടെ ഒരു പവർ ഷിഫ്റ്റ് അല്ല നടന്നിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ട്രീറ്റിലുണ്ടെങ്കിൽ ബി ജെ പിക്ക് വേർക്കേണ്ടി വരും. കാരണം ഇതൊരു വോട്ട് ചോരിയാണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഫൈറ്റ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്കും സുവേന്ദു അധികാരിക്കും അവിടെ വേർക്കേണ്ടി വരും.